PSC ഉദ്യോഗാർത്ഥികളുടെ സമരം. അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ അവരുടെ മാത്രം പ്രശ്നങ്ങളായി മാറി. ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പ്രക്ഷോഭം രാജ്യത്തെ യുവാക്കളുടെ കരുത്ത് തെളിയിച്ച ഒന്നായിരുന്നു. ഡൽഹിയിൽ നടന്ന ആ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ഒരുപാട് മലയാളികളും പോയിരുന്നു. പ്രമുഖരും അല്ലാത്തവരും എല്ലാം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ അത് നടക്കുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരവും നടക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ സമരം വിദ്യാർത്ഥികളുടേതല്ല, മറിച്ച് ഭീകരവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒന്നാണ് എന്ന രീതിയിലാണ് നല്ലൊരു ശതമാനം BJP അനുകൂലികൾ പറഞ്ഞത്. എന്നാൽ അതേസമയം അവർ ഇവിടെ PSC ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി. ശേഷം ജന്തർ മന്ദറിലെ സമരം വിജയിച്ചു. അന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അടുത്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി എല്ലാവരും എത്തുമെന്നും സെലിബ്രിറ്റീസും പ്രമുഖരും സാധാരണക്കാരും എല്ലാവരും ഒത്തുചേർന്ന് അതിനൊപ്പം മാധ്യമങ്ങളുടെ പിന്തുണയുമായി വലിയ രീതിയിൽ സമരം മുമ്പോട്ട് പോകുമെന്നും ഇവിടത്തെ PSC ഉദ്യോഗാർത്ഥികൾക്കും നീതി ലഭിക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. ഡൽഹിയിൽ നടന്ന സമരത്തിന്റെ ക്ഷീണം മറയ്ക്കാനാണോന്നറിയില്ല, BJP മാത്രമാണ് നിലവിൽ അവർക്ക് പിന്തുണയർപ്പിച്ചിട്ടുള്ളത്. LDFും UDFും നിലവിൽ ഇതുവരെ ഈ വിഷയത്തിൽ കൈവച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം ഇതുപോലെ ഒരുപാട് സമരങ്ങൾ നടന്നല്ലോ. അന്ന് LDFോ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പുതിയ സർക്കാർ വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. അതുകൊണ്ടാവാം DYFI ഒന്നും അനങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, അവരിതിൽ കൈവച്ചാൽ കഴിഞ്ഞ 10 വർഷം നടന്ന ക്രമക്കേടുകളെ പറ്റി എല്ലാം അവർക്ക് ഉത്തരം നൽകേണ്ടതായി വരും. പിന്നെ നിലവിലെ ഭരണം UDFിൻ്റെതായതുകൊണ്ട് അവരുടെ സംഘടനകളും ഇറങ്ങിയിട്ടില്ല. വേറെ പല വാർത്തകൾ വന്നപ്പോൾ മാധ്യമങ്ങളും അതിന്റെ വഴിക്ക് പോയി. വല്ലപ്പോഴുമൊക്കെ തൊട്ടും തലോടിയും ചെറിയ ചെറിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. പോലീസ് സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നെ PSC ഉദ്യോഗാർത്ഥികളുടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോൾ അതും ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. അതൊഴിച്ചു നോക്കിയാൽ മാധ്യമങ്ങളും ഈ വിഷയം വിട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് നിലവിൽ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം അവരുടെ മാത്രം പ്രശ്നമായി മാറി. ന്യായമായ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ന്യായമായതുകൊണ്ട് മാത്രം അവരിടപെടും എന്നില്ല. അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങളും കൂടി നോക്കി മാത്രമേ അവരൊരു വിഷയത്തിൽ കൈവയ്ക്കുകയുള്ളൂ. ഡൽഹി വിഷയത്തെ പിന്തുണച്ചവർ ഇതിൽ പിന്തുണയ്ക്കുന്നില്ല. ഇതിൽ പിന്തുണയ്ക്കുന്നവർ ഡൽഹി വിഷയത്തിൽ പിന്തുണച്ചതുമില്ല. ഡൽഹിയിലായാലും ഇവിടെ കേരളത്തിലായാലും ഇരയായത് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളാണ്. അവിടെ അവർക്ക് നീതി ലഭിക്കാൻ വഴി ഒരുങ്ങിയെങ്കിൽ ഇവിടെ നീതി ലഭിക്കണം. ഇപ്പോൾ നടക്കുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ സമരം എന്തിനു വേണ്ടിയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാത്ത യുവാക്കളാണ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങേണ്ടി വന്നത്? അവരുന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നിരവധി ആവശ്യങ്ങളും ആരോപണങ്ങളുമാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ യുവാക്കൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ. LPST ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം സർക്കാർ സ്കൂളുകളിൽ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ പരിഷ്കരിച്ച് കൂടുതൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുകയും അത് വേഗത്തിൽ നികത്തുകയും ചെയ്യുക എന്നതാണ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കാറാകുമ്പോൾ നിയമനം ലഭിക്കാതെ പുറത്തു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. വിവിധ സമര രീതികൾ ഉപയോഗിച്ചാണ് അവർ നീതിക്കായി പോരാടുന്നത്. നിരാഹാര സമരം മുതൽ കാണുന്ന ഒരാളുടെ മനസ്സാക്ഷി മരവിച്ചു പോകുന്ന സമരമുറകൾ വരെ. ഈ വിഷയത്തിൽ സാവകാശം വേണമെന്നും സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുമാണ് സർക്കാരിന്റെ നിലപാട്. കേരളത്തിൽ ടെസ്റ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ. കാലങ്ങളായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നഷ്ടം പഠിച്ച് പരീക്ഷ എഴുതിയവർക്ക് മാത്രം. എന്തായാലും ഡൽഹിയിലെ സമരത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചവരുടെ പകുതി പോലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ വന്നിട്ടില്ല. പുതിയ പുതിയ ചൂടുള്ള വാർത്തകൾ കിട്ടുമ്പോൾ മാധ്യമങ്ങളും ആ വഴിക്ക് പോകും. സ്ഥിരം നടക്കാറുള്ളത് പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ശേഷം നടപടി എന്ന രീതി ഇനിയെങ്കിലും മാറണം. ആ തെരുവിലിറങ്ങിയ ഓരോരുത്തരും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. അവർക്ക് നീതി ലഭിച്ചേ തീരൂ. അവരുടെ വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി നമ്മൾ അവരെ പിന്തുണയ്ക്കണം. സാഹചര്യങ്ങൾ മാറുമ്പോൾ മാധ്യമ ശ്രദ്ധയും അതിനനുസരിച്ച് മാറും. പക്ഷെ ഓരോ വ്യക്തിയും നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ അതങ്ങനെ തന്നെ തുടരും.